ഹലോ കൂട്ടുകാരെ, പൂവ് ചിരിച്ചു എന്ന പാഠത്തിൽ നമ്മുടെ ചെടിയുടെ ഇലയിൽ ഒരു കുഞ്ഞു പുഴു വന്നില്ലേ? ആ പുഴുവിനെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ഇലയും അതിലിരിക്കുന്ന പുഴുവിനെയും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇലയുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു പച്ച നിറത്തിലുള്ള പേപ്പറാണ് ആവശ്യം. ഇനി നമുക്കൊരു സ്ട്രോ വേണം. നിറം നൽകാനായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സ്കെച്ച് പെൻസ് എടുക്കാം. ഇനി നമുക്കൊരു ടിഷ്യൂ പേപ്പറാണ് ആവശ്യം. നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. നിങ്ങൾ എടുത്തിരിക്കുന്ന A4 സൈസിലുള്ള പച്ച നിറത്തിലുള്ള പേപ്പർ രണ്ടായിട്ട് മുറിച്ച് വീണ്ടും അതിനെ രണ്ടായി മടക്കുക. രണ്ടായി മടക്കിയ പേപ്പറിന് മുകളിൽ കൂടി ഇലയുടെ ആകൃതിയിൽ വരയ്ക്കുക. അങ്ങനെ വരച്ചതിന് ശേഷം കത്രിക ഉപയോഗിച്ച് സൂക്ഷിച്ച് ഇലയായി വെട്ടിയെടുക്കുക. വീഡിയോയിൽ കണ്ടില്ലേ? ഇതുപോലെ വൃത്തിയായി വെട്ടിയെടുക്കുക. ഇനി നമുക്ക് പച്ച നിറത്തിലുള്ള ഒരു ചെറിയ കഷ്ണം പേപ്പറാണ് വേണ്ടത്. അത് വീഡിയോയിൽ കാണുന്നത് പോലെ ചുരുട്ടിയെടുക്കുക. പശ തേച്ച് ഒന്ന് ഉറപ്പിച്ചു വയ്ക്കുക. ഇനി നിങ്ങൾ ചുരുട്ടിയെടുത്തത് നമ്മുടെ ഇലയുടെ നടുഭാഗത്തു നിന്നും കുറച്ച് താഴേക്ക് ഇറക്കി ഇലയോട് ചേർത്ത് ഒട്ടിച്ചു വയ്ക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന സ്ട്രോ എടുത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റോളിനകത്തേക്ക് വെക്കുക. ഇനി നമുക്ക് പുഴുവിനെ ഉണ്ടാക്കാം. പുഴുവിനെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്തിരിക്കുന്നത്. ടിഷ്യൂ പേപ്പർ വീഡിയോയിൽ കാണുന്നത് പോലെ ചുരുട്ടി ചുരുട്ടി ഇതുപോലെ ആക്കിയെടുക്കുക. ഒരു പുഴുവിന്റെ ആകൃതി പോലെ ആകണം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് പശയെല്ലാം തേച്ച് ആകൃതി കറക്റ്റ് ആക്കാം. ഇനി പുഴുവിനെ ഇലയിലേക്ക് ഒട്ടിച്ചു വെക്കേണ്ട ചടങ്ങാണ്. ഇത് കണ്ടില്ലേ? പുഴുവിന്റെ തലയുടെ ഭാഗം സ്ട്രോയിന്റെ ഒരു ഭാഗത്തും അടുത്ത ഭാഗം റോൾ ചെയ്ത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നതിലും ചേർത്തൊട്ടിക്കണം. ഇത് കണ്ടോ? പുഴു അനങ്ങുന്നുണ്ട്. ഇനി എന്ത് വേണം? നമുക്ക് നിറം കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കാം കേട്ടോ. നിറം കൊടുത്ത് ചലിക്കുന്ന പുഴു നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ.